ആയുർവേദം ഏറ്റവും അധികം വിമർശനവും അധിക്ഷേപവും നേരിടുന്ന 3 വാക്കുകളുണ്ട്. വാതം, പിത്തം, കഫം അഥവാ ത്രിദോഷങ്ങൾ. ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തന്നെ ഈ ത്രിദോഷങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഓരോ ജീവശരീരത്തിൻ്റെയും ഘടനയും പ്രവർത്തനവും ആരോഗ്യവും രോഗാവസ്ഥയും ഈ 3 ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് ആയുർവേദം പറയുന്നു. പക്ഷേ ഒരടിസ്ഥാന ചോദ്യമുണ്ട്. വാതം എവിടെയാണ്? പിത്തം എവിടെയാണ്? കഫം എവിടെയാണ്? ഇന്ന് വരെ അവയെ ആരും കണ്ടിട്ടില്ല. ഒരു സ്കാനിലും ഒരു രക്തപരിശോധനയിലും ഒരു മൈക്രോസ്കോപ്പിലും അവയെ നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലെന്നും തെളിവുകളില്ലാത്ത പ്രാചീന സങ്കല്പങ്ങൾ മാത്രമാണെന്നും പലരും ശക്തമായി വാദിക്കുന്നു. ചിലർ അതിലും കടുത്ത ഭാഷയിലാണ് പറയുന്നത്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഇങ്ങനെയുള്ള തെളിവില്ലാത്ത സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സയിൽ വിശ്വസിക്കുന്നത് ജീവൻ കൊണ്ട് പന്തയം വെക്കുന്നതിന് തുല്യമാണ്. ഈ വിമർശനം ന്യായമാണോ? അതോ ത്രിദോഷങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നത് അപൂർണമാണോ? വാതം, പിത്തം, കഫം എന്നത് ശരീരത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ കഴിയുന്ന ഏതെങ്കിലും ദ്രവ്യങ്ങളാണോ? അതോ അവ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷണൽ മോഡലാണോ? ആധുനിക ജീവശാസ്ത്രവുമായി അവയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടോ? അതോ രണ്ടും പൂർണ്ണമായും വ്യത്യസ്തമായ ആശയങ്ങളാണോ? ഈ ചോദ്യങ്ങൾക്ക് വൈകാരികമായോ വിശ്വാസപരമായോ അല്ല, ചരിത്രപരമായും ശാസ്ത്രീയമായും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഉത്തരങ്ങൾ നൽകേണ്ടത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഏറ്റവും വിവാദപരമായ ആശയമായ ത്രിദോഷങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആയുർവേദ സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻറ്റിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ശാസ്ത്രത്തിൻ്റെ ആ അത്ഭുത ലോകത്തിലൂടെ ഒന്ന് പോയി വരാം. ശാസ്ത്രത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും അടിസ്ഥാനപരമായ രീതികളിലൊന്നാണ് തരംതിരിക്കൽ അഥവാ കാറ്റഗറൈസേഷൻ. പ്രകൃതിയിലെ സങ്കീർണമായ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രം അവയെ വിവിധ വിഭാഗങ്ങളായി തിരിക്കുന്നു. ഉദാഹരണത്തിന് ശാസ്ത്രത്തെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഗണിതശാസ്ത്രം, മെഡിക്കൽ സയൻസ് എന്നൊക്കെ വിഭജിച്ചിട്ടുണ്ട്. ഫിസിക്സിനുള്ളിൽ തന്നെ മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, ക്വാണ്ടം മെക്കാനിക്സ് എന്നിങ്ങനെ വീണ്ടും ഉപവിഭാഗങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള തരംതിരിക്കലുകൾ, കാറ്റഗറൈസേഷൻ പഠനത്തെ എളുപ്പമാക്കുകയും സങ്കീർണമായ വിഷയങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതേ സമീപനം ജീവശാസ്ത്രത്തിലും കാണാം. മനുഷ്യ ശരീരത്തെ പഠിക്കുമ്പോൾ ഗവേഷകർ വിവിധ അടിസ്ഥാനങ്ങളിൽ തരംതിരിക്കാറുണ്ട്. അവയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ബയോളജിക്കൽ സെക്സിനെ അടിസ്ഥാനമാക്കിയുള്ള കാറ്റഗറൈസേഷൻ, അതായത് പുരുഷനും സ്ത്രീയും. കാരണം ശരീരഘടന, ഹോർമോണുകൾ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, രോഗസാധ്യതകൾ, മരുന്നുകളുടെ പ്രതികരണം എന്നിവയിൽ ഈ വ്യത്യാസം വളരെ നിർണായകമാണ്. എന്നാൽ അതുകൊണ്ട് തരംതിരിക്കൽ അവിടെ അവസാനിക്കുന്നില്ല. പ്രായം, ജനിതക ഘടന, ശരീരപ്രകൃതി, ജീവിതശൈലി, രോഗാവസ്ഥ, മെറ്റബോളിസം തുടങ്ങി അനേകം ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലും മനുഷ്യരെ ശാസ്ത്രം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതായത് തരംതിരിക്കൽ എന്നത് എന്നും ശാസ്ത്രത്തിൻ്റെ ശക്തിയാണ്. ഒരു വിഷയത്തെ ലളിതമാക്കാനും അതിൻ്റെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഒരു പഠന രീതിയാണിത്. ഇതേ പശ്ചാത്തലത്തിലാണ് ആയുർവേദവും മനുഷ്യ ശരീരത്തെ മറ്റൊരു രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. ആ വിഭാഗീകരണമാണ് വാതം, പിത്തം, കഫം എന്ന ത്രിദോഷ സങ്കല്പം. എന്നാൽ ഈ വിഭാഗീകരണം ആധുനിക ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ എത്രത്തോളം നിലനിൽക്കുന്നു, അതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒരു ജീവശരീരം നിലനിൽക്കണമെങ്കിൽ അതിൽ ചില അടിസ്ഥാന പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ഏതൊരു ജീവിയെ എടുത്താലും അവയിൽ 3 പ്രധാന തലങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തേത് ശരീരഘടന അഥവാ സ്ട്രക്ചർ. ശരീരത്തിന് ഒരു രൂപവും ഘടനയും ഉണ്ടായിരിക്കണം. അസ്ഥികൾ, പേശികൾ, അവയവങ്ങൾ, കോശങ്ങൾ എന്നിവ ചേർന്നാണ് ആ ഘടന ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് ചലനവും നിയന്ത്രണവും, അതായത് മൂവ്മെന്റ് ആൻഡ് റെഗുലേഷൻ. ജീവൻ നിലനിൽക്കാൻ ശരീരത്തിൽ നിരന്തരം ചലനങ്ങൾ നടക്കണം.
ഹൃദയം മിടിക്കണം, രക്തം ശരീരമാകെ ഒഴുകണം, ശ്വാസോച്ഛ്വാസം നടക്കണം, നാഡീവ്യൂഹം സന്ദേശങ്ങൾ കൈമാറണം, പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും വേണം. ഇവയിൽ ഭൂരിഭാഗവും നമ്മുടെ ബോധപൂർവമായ നിയന്ത്രണത്തിന് പുറത്താണ്. അവയെ നമുക്കിഷ്ടമുള്ള പോലെ നിയന്ത്രിക്കാനാവില്ല. മൂന്നാമത്തേത് പരിണാമ പ്രവർത്തനം അഥവാ മെറ്റബോളിസം. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണം, അതിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കണം, പോഷകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകണം, അനാവശ്യ വസ്തുക്കൾ പുറന്തള്ളപ്പെടണം. ഈ രാസപ്രവർത്തനങ്ങളില്ലാതെ ഒരു കോശത്തിന് പോലും ജീവിക്കാൻ കഴിയില്ല. അതിനാൽ വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ജീവശരീരം നിലനിൽക്കാൻ ഘടന, ചലനം, മെറ്റബോളിസം, ഈ 3 അടിസ്ഥാന ഘടകങ്ങളും പ്രവർത്തനങ്ങളും അനിവാര്യമാണ്. ഈ അടിസ്ഥാന പ്രവർത്തനങ്ങളെയാണ് ആയുർവേദം വാതം, പിത്തം, കഫം എന്ന 3 പ്രവർത്തന വിഭാഗങ്ങളായി അഥവാ ഫങ്ഷണൽ കാറ്റഗറീസായി വിശദീകരിക്കാൻ ശ്രമിച്ചത്. വാതം എന്നത് പ്രധാനമായും ചലനത്തിൻ്റെ തത്വമാണ്. ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള ചലനങ്ങളെയും വാതത്തിൻ്റെ പരിധിയിലാണ് ആയുർവേദം ഉൾപ്പെടുത്തുന്നത്. ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തചംക്രമണം, നാഡീസന്ദേശങ്ങളുടെ കൈമാറ്റം, പേശികളുടെ ചലനം, കുടലിൻ്റെ പെരിസ്റ്റാൾസിസ് തുടങ്ങി ശരീരത്തിൽ നടക്കുന്ന എല്ലാ ചലന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായാണ് കണക്കാക്കുന്നത്. പിത്തം എന്നത് പരിവർത്തനത്തിൻ്റെയും മെറ്റബോളിസത്തിൻ്റെയും തത്വമാണ്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നത്, പോഷകങ്ങളെ ശരീരത്തിന് ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത്, കോശങ്ങളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്, ശരീരത്തിൽ നടക്കുന്ന വിവിധ ബയോകെമിക്കൽ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പിത്തത്തിൻ്റെ പ്രവർത്തനങ്ങളായി ആയുർവേദം വിവരിക്കുന്നു. കഫം എന്നത് ഘടനയുടെയും സ്ഥിരതയുടെയും തത്വമാണ്. ശരീരത്തിന് രൂപവും ബലവും നൽകുന്നത്, കോശങ്ങളെയും അവയവങ്ങളെയും ഒരുമിച്ച് നിലനിർത്തുന്നത്, സന്ധികൾക്ക് സ്നിഗ്ധത നൽകുന്നത്, ശരീരത്തിന് സ്ഥിരതയും സംരക്ഷണവും നൽകുന്നത് എന്നിവ കഫത്തിൻ്റെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. അതിനാൽ ത്രിദോഷങ്ങളെ ശരീരത്തിൽ എവിടെയെങ്കിലും കണ്ടെത്താവുന്ന 3 മെറ്റീരിയലുകളായി കാണുന്നതിനേക്കാൾ ശരീരത്തിൻ്റെ 3 അടിസ്ഥാന പ്രവർത്തനങ്ങളെ വിവരിക്കാൻ ഉപയോഗിച്ച ഒരു പ്രവർത്തന മാതൃക അഥവാ ഫങ്ഷണൽ ഫ്രെയിംവർക്കായിട്ടാണ് ആയുർവേദം അവതരിപ്പിക്കുന്നത്. ഈ 3 ഘടകങ്ങളും കൃത്യമായ ബാലൻസിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ജീവശരീരത്തിന് ആരോഗ്യം അഥവാ രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാവരിലും ഇത് ഒരേ കോമ്പോസിഷനിലല്ല ഉള്ളത്. ചിലർ എത്ര ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞിരിക്കുന്നു, ചിലർ അധികം കഴിച്ചില്ലെങ്കിലും തടിച്ചിരിക്കുന്നു, ചിലർക്ക് ഒരു മഴ 4 കിലോമീറ്റർ അപ്പുറത്തൂടെ പോയാലും തുമ്മലും ചീറ്റലും വരും. എന്നാൽ ചിലർക്ക് എത്ര മഴ നനഞ്ഞാലും പ്രശ്നമില്ല. ചിലർക്ക് ചില പ്രത്യേക ഭക്ഷണം കഴിച്ചാൽ വയറിളകും. അങ്ങനെ ഭൂമിയിലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, യുണീക്കാണ്. അവരെ വ്യത്യസ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ത്രിദോഷങ്ങളും അവയുടെ വിവിധ കോമ്പിനേഷനുകളും. നോക്കൂ, പ്രകൃതിയിൽ 3 അടിസ്ഥാന വർണ്ണങ്ങളാണുള്ളത്: ചുവപ്പ്, പച്ച, നീല. ഈ 3 അടിസ്ഥാന വർണ്ണങ്ങളുടെ വിവിധ കോമ്പിനേഷനുകൾ ഉപയോഗിച്ചാണ് ആയിരക്കണക്കിന് വിവിധ വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ വാതം, പിത്തം, കഫം എന്ന ത്രിദോഷങ്ങളുടെ വിവിധ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് ഓരോ ജീവശരീരത്തിനെയും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജീവശരീരവും യുണീക്കാണ്. അവയ്ക്ക് മാത്രമായുള്ള ചില പ്രത്യേകതകൾ ഓരോന്നിനും ഉണ്ടാകും. അതാണ് ഒരാളുടെ പ്രകൃതി എന്ന് പറയുന്നത്. ഒരാളുടെ പ്രകൃതി അനുസരിച്ച് ത്രിദോഷങ്ങൾ അതിൻ്റേതായ അനുപാതത്തിൽ തുടരുമ്പോഴാണ് അയാൾക്ക് ആവശ്യത്തിനുള്ള പ്രതിരോധശേഷി അഥവാ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. ഈ ബാലൻസ് തെറ്റിയാൽ ഇമ്മ്യൂണിറ്റി കുറയും, രോഗം വരും. ഈ ബാലൻസ് തിരികെ കൊണ്ടുവന്നാൽ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടും. അപ്പോൾ രോഗത്തിന് കാരണം എന്തായാലും, അത് രോഗാണുവാക്രമണമായാലും മോശം ഭക്ഷണം കഴിച്ചിട്ടായാലും, അതിനെ ശരീരം തന്നെ സുഖപ്പെടുത്തും. എന്നിരുന്നാലും ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. വാതം സമം നാഡീവ്യൂഹം, പിത്തം സമം മെറ്റബോളിസം, കഫം സമം ശരീരഘടന സ്ട്രക്ചർ എന്ന ലളിതമായ സമവാക്യം ശാസ്ത്രീയമായി ശരിയാണോ? അതോ ഇത് പിന്നീടുണ്ടായ ഒരു വ്യാഖ്യാനം മാത്രമാണോ? അതിന് തെളിവുകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഉത്തരമാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ ചോദ്യം ഉയരുന്നത്. വാതം, പിത്തം, കഫം എന്നിവ ശരിക്കുമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ്
ചോദ്യം തന്നെ കൃത്യമാണോ എന്ന് പരിശോധിക്കണം. ആധുനിക വൈദ്യശാസ്ത്രത്തിലും മെറ്റബോളിസം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു മൈക്രോസ്കോപ്പിലൂടെ മെറ്റബോളിസം കാണിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം മെറ്റബോളിസം ഒരു വസ്തുവല്ല. ശരീരത്തിനുള്ളിൽ നടക്കുന്ന ആയിരക്കണക്കിന് ജൈവരാസപ്രവർത്തനങ്ങളുടെ ആകത്തുകയാണത്. അതുപോലെ രക്തചംക്രമണം എന്നത് ഒരു വസ്തുവല്ല, ഒഴുകുന്നത് രക്തമാണ്. എന്നാൽ രക്തചംക്രമണം എന്നത് ഒരു പ്രക്രിയയാണ്. ദഹനം, പ്രതിരോധശേഷി, ഹോമിയോസ്റ്റാസിസ് എന്നിവയും അതുപോലെ തന്നെയാണ്. ഇവയെല്ലാം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ആശയങ്ങളാണ്. അതുപോലെ വാതം, പിത്തം, കഫം എന്നിവയും ഇതുപോലുള്ള പ്രവർത്തന ആശയങ്ങൾ അഥവാ ഫങ്ഷണൽ കൺസെപ്റ്റ്സ് ആണ്. അവ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളല്ല. ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിച്ച ഒരു സൈദ്ധാന്തിക മാതൃക, ഐഡിയോളജിക്കൽ മോഡലാണ്. ഈ 3 ത്രിദോഷങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളും അവ ഓരോ വ്യക്തിയിലും പ്രകടിപ്പിക്കുന്ന വ്യത്യസ്തതകളും അനുസരിച്ചുണ്ടാക്കിയ ഒരു ചാർട്ടാണിത്. ഞാനത് കുറച്ച് വായിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു സ്കിൻ ടൈപ്പിൻ്റെ എടുക്കുകയാണ്. ഡ്രൈ ആൻഡ് റഫായിട്ടുള്ള സ്കിന്നുണ്ട്. അത് പ്രധാനമായും വാതപ്രകൃതിയിലുള്ള സ്കിന്ന് ഡ്രൈ ആൻഡ് റഫായിരിക്കും. പിത്തപ്രകൃതിയിലാണെങ്കിൽ അത് വാം ആൻഡ് റെഡിഷ് ആണ്. കഫപ്രകൃതിയിലാണെങ്കിൽ അത് ഓയിലി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ ധാരാളം. അതുപോലെ ഈ ബോഡി ഫ്രെയിം, ശരീരത്തിൻ്റെ ആ ഘടന, അത് വാതപ്രകൃതിയാണെങ്കിൽ തിൻ ആൻഡ് ലൈറ്റ് ആയിരിക്കും. പിത്തപ്രകൃതിയാണെങ്കിൽ അത് മീഡിയം ആൻഡ് മസ്കുലർ ആണ്. കഫപ്രകൃതിയാണെങ്കിൽ ഹെവി ആൻഡ് ബോൾഡ്. അതുപോലെ പല്ലുകൾ ഉള്ളവരിലാണെങ്കിൽ പല്ലുകൾ ഇറഗുലർ ആൻഡ് ബ്രിട്ടിലാണ്, ബലം കുറവായിരിക്കും. പിത്തപ്രകൃതിയിലാണെങ്കിൽ മീഡിയം ആൻഡ് യെല്ലോയിഷ് ആയിരിക്കും, മഞ്ഞപ്പല്ലുകൾ ചിലർക്ക് കണ്ടിട്ടില്ലേ. അത് കഫപ്രകൃതിയിലുള്ളവരിലാണെങ്കിൽ വൈറ്റ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും. ഈ രീതിയിൽ തയ്യാറാക്കിയ ഒരു ചാർട്ടാണിത്. വളരെ വലുതാണിത്. ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഫങ്ഷനെയും ഓരോ പ്രത്യേകതകളെയും ഈ വാത, പിത്ത, കഫപ്രകൃതിയുടെ ആ വ്യത്യസ്തതകളിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഒരു രോഗി മുന്നിൽ വന്നാൽ എല്ലാ ഡോക്ടർമാരും ആയുർവേദമോ മോഡേൺ മെഡിസിനോ എന്തുമാകട്ടെ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്താ പ്രശ്നം? എപ്പോഴാണ് ആഹാരം കഴിച്ചത്? ഇങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ചെയ്തത്? ആഹാരത്തിൻ്റെ രീതി എന്താണ്? നന്നായി വയറ്റിൽ നിന്ന് പോകാറുണ്ടോ? ദിവസം എത്ര തവണ ടോയ്ലറ്റിൽ പോകും? അപ്പോൾ വേദന തോന്നാറുണ്ടോ? മദ്യപാനമുണ്ടോ? പുകവലിയുണ്ടോ? കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളിലൂടെ രോഗിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുക, അതിലൂടെ രോഗകാരണത്തിലേക്ക് എത്തുക എന്നതാണ് ഉദ്ദേശം. ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രകൃതി മനസ്സിലാക്കുക. ഈ പ്രകൃതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ത്രിദോഷങ്ങളിൽ എവിടെയാണ് പ്രശ്നമുണ്ടായതെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനുള്ള മരുന്നാണ് കൊടുക്കുക. ആയുർവേദത്തിൽ അത് പൂർണ്ണമായും പേഷ്യൻ സ്പെസിഫിക് ആണ്. ഒരേ അസുഖവുമായി വരുന്ന 2 പേർക്ക് 2 പ്രകൃതിയായിരിക്കും. ഒരാൾക്ക് വാതദോഷം കൂടിയപ്പോഴായിരിക്കും അസുഖം വന്നത്, എന്നാൽ രണ്ടാമത്തെയാൾക്ക് കഫദോഷത്തിൻ്റെ പ്രശ്നമാകാം. അപ്പോൾ സ്വാഭാവികമായും ചികിത്സയും 2 ആകണമല്ലോ. നോക്കൂ, ഈ പ്രകൃതി എന്ന കാര്യം ആ പേരിട്ടല്ലെങ്കിലും ആധുനിക മെഡിക്കൽ സയൻസും ഫോളോ ചെയ്യുന്നുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാറ്റിവെച്ച അവയവം റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. ശരീരവും ഓർഗനും വെറും മെക്കാനിക്കൽ ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഒരു യന്ത്രത്തിൻ്റെ നട്ടും ബോൾട്ടും മാറിയിടുന്ന ലാഘവത്തോടെ ഒരാളുടെ കിഡ്നി എടുത്ത് വേറൊരാളിൽ വയ്ക്കാം. എന്നാൽ ഓരോ മനുഷ്യ ശരീരവും യുണീക്ക് ആയതുകൊണ്ട് തന്നെ ആ ശരീരത്തിൻ്റേതല്ലാത്ത ഒരു അവയവത്തെ അത് അംഗീകരിക്കില്ല. അവിടെ ഒന്നേ ചെയ്യാനുള്ളൂ, അവയവം സ്വീകരിച്ച വ്യക്തിയുടെ പ്രതിരോധശേഷി കുറയ്ക്കുക. അങ്ങനെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കണ്ണ് കെട്ടി കബളിപ്പിച്ചാണ് ആ രോഗി ശിഷ്ടകാലം ജീവിക്കേണ്ടത്. അതിനുള്ള വിലയേറിയ ഇമ്മ്യൂണോസപ്രസൻ മരുന്നുകൾ അയാൾ ജീവിതകാലം മുഴുവൻ കഴിക്കണം. അങ്ങനെയുള്ളവർക്ക് ഏത് അസുഖങ്ങളും എപ്പോൾ വേണമെങ്കിൽ വരാം. ഒരു സാധാരണ ജലദോഷം പോലും മാരകമാകാം. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? കാരണം
ഓരോ മനുഷ്യരും യുണീക്കാണ്. ഈ യുണീക്ക് സ്വഭാവത്തെയാണ് ആയുർവേദം പ്രകൃതി എന്ന് വിളിച്ചത്. ആയുർവേദം പറയുന്ന പ്രകൃതിയെ ആധുനിക മെഡിസിൻ HLA ടൈപ്പിംഗ്, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഭാഷയും പ്രയോഗവും മാത്രമേ മാറുന്നുള്ളൂ, അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. 4-5 കൊല്ലം മുമ്പ് വന്ന കോവിഡ് മഹാമാരി നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഒരേ വൈറസ്, ഒരേ രോഗകാരണം, പക്ഷേ ചിലർക്കൊന്നും സംഭവിച്ചില്ല. ചിലർക്ക് പനി വന്നു, ചിലർ മരണത്തിന് കീഴടങ്ങി. എന്തുകൊണ്ട്? കാരണം ആ വൈറസ് അല്ല, മറിച്ച് രോഗം ബാധിക്കുന്ന വ്യക്തിയുടെ ശരീരപ്രകൃതിയാണ് ഇവിടെ വില്ലനായത്. രോഗാണുവിനേക്കാൾ ശരീരപ്രകൃതിക്ക് പ്രാധാന്യം നൽകുന്ന ഈ കാഴ്ചപ്പാടാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഇതുകൊണ്ട് ചർച്ച അവസാനിക്കുന്നില്ല കേട്ടോ. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മെറ്റബോളിസം, ഹോമിയോസ്റ്റാസിസ്, പ്രതിരോധശേഷി തുടങ്ങിയ ആശയങ്ങൾ വെറും സങ്കല്പങ്ങളല്ല. അവയെ പിന്തുണയ്ക്കുന്ന ജൈവരാസപ്രവർത്തനങ്ങളും സെല്ലുലാർ തലത്തിലുള്ള സംവിധാനങ്ങളും അളക്കാൻ കഴിയുന്ന ബയോമാർക്കറുകളും ഇന്ന് നമുക്കറിയാം. അവയെക്കുറിച്ച് ആയിരക്കണക്കിന് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. വാതം, പിത്തം, കഫം എന്നിവയ്ക്കും ഇതുപോലെ പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ജൈവശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ടോ? അതോ അവ രോഗങ്ങളെ വിശദീകരിക്കാൻ ഉപയോഗിച്ച ചരിത്രപരമായ ഒരു മാതൃക മാത്രമാണോ? വികാരങ്ങളോ വിശ്വാസങ്ങളോ അല്ല, തെളിവുകളാണ് ഇവിടെ നിർണായകം. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി CSIR പോലുള്ള പ്രമുഖ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തിയ പഠനങ്ങളിൽ ആയുർജനോമിക്സ് എന്ന പുതിയൊരു ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടുണ്ട്. ആയുർവേദ പ്രകാരം വിവിധ പ്രകൃതിയുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നടത്തിയ മോളിക്കുലാർ തലത്തിലുള്ള ജിനോം പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഓരോ വ്യക്തിയുടെ പ്രകൃതി, അതായത് വാതപിത്ത കഫ പ്രകൃതി, അവരുടെ ജനിതക ഘടനയുമായി, ജനറ്റിക് എക്സ്പ്രഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഉദാഹരണത്തിന്, പിത്തപ്രകൃതിയുള്ളവരിൽ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട ജീനുകളും കഫപ്രകൃതിയുള്ളവരിൽ കൊഴുപ്പുൽപാദനവുമായി ബന്ധപ്പെട്ട ജീനുകളും കൂടുതൽ ആക്റ്റീവായി കാണപ്പെടുന്നു. ആയുർവേദത്തിൻ്റെ വിമർശകർ ഏറ്റവും അധികം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പറഞ്ഞ ത്രിദോഷങ്ങൾ ഒരു ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അതെ സുഹൃത്തുക്കളെ, തീർച്ചയായും ആധുനിക രീതിയിൽ ത്രിദോഷ സിദ്ധാന്തം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലിനിക്കൽ ലാബിൽ പോയി ഇത്ര മില്ലിഗ്രാം വാതം, ഇത്ര mg പിത്തം എന്നല്ല, DNA പഠനത്തിലൂടെയാണത് ചെയ്യുന്നത്. ത്രിദോഷ സിദ്ധാന്തത്തെ ജീൻ ലെവലിലുള്ള മാറ്റങ്ങളുമായി ബന്ധിപ്പിച്ച് നടത്തുന്ന പഠനങ്ങളെ അടിസ്ഥാനമാക്കി ആയുർജനോമിക്സ് എന്നൊരു ശാസ്ത്രശാഖയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആയുർവേദത്തിലെ അടിസ്ഥാന തത്വമായ ശരീരപ്രകൃതിയെയും ആധുനിക ശാസ്ത്രത്തിലെ ജെനറ്റിക്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിപ്ലവകരമായ ഒരു ശാസ്ത്രശാഖയാണ് ഈ ആയുർജനോമിക്സ്. ലളിതമായി പറഞ്ഞാൽ, മനുഷ്യരുടെ ബാഹ്യമായ ശരീരഘടനയും രോഗസാധ്യതകളും അവരുടെ DNA-യും, അതായത് ജിനോടൈപ്പിനെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണിത്. ഇപ്പോൾ ആധുനിക മെഡിസിൻ നിരീക്ഷിക്കുന്നത് ലോകത്തുള്ള എല്ലാവർക്കും ഒരേ മരുന്ന് ഒരേ അളവിൽ നൽകിയാൽ അത് എല്ലാവരിലും ഒരേപോലെ ഫലിക്കില്ല എന്നതാണ്. ഇത് നമുക്കും അറിയാം. ചിലർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകും. ഇതിനെയാണ് ആധുനിക സയൻസ് ഇൻഡിവിജ്വൽ വേരിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഓരോ മനുഷ്യരും യുണീക്കാണ് എന്ന്. മനുഷ്യരെ എല്ലാം ഒരേ എച്ചിൽ വാർത്തെടുത്തവരല്ല എന്ന് ആയുർവേദം 3000 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു. അവരെ വാതം, പിത്തം, കഫം എന്നിങ്ങനെ 3 പ്രകൃതികളായി തരംതിരിച്ചു. ഈ തരംതിരിവ് വെറും ബാഹ്യമായ ലക്ഷണങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും DNA ഘടനയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണെന്ന് ആയുർജനോമിക്സ് തെളിയിക്കുന്നു. ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR-ന്റെ കീഴിലുള്ള IGIB, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി എന്ന മുൻനിര സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. ഈ പഠനത്തിൽ ആളുകളെ തിരഞ്ഞെടുത്ത രീതി ഇങ്ങനെയാണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളെ ശാസ്ത്രജ്ഞർ ആദ്യം നിരീക്ഷിച്ചു. ഇതിൽ നിന്നും കൃത്യമായ ശുദ്ധപ്രകൃതിയുള്ള ആളുകളെ മാത്രം വേർതിരിച്ചെടുത്തു. എന്നിട്ട് ഇവരുടെ എല്ലാം രക്തസാമ്പിളുകൾ എടുത്ത് DNA പരിശോധന, ജിനോം വൈഡ് അനാലിസിസ് നടത്തി. എന്നിട്ട് കിട്ടിയ ഫലം വാതപ്രകൃതിയുള്ളവരുടെ ജീനുകളിലും പിത്തപ്രകൃതിയുള്ളവരുടെ ജീനുകളിലും കഫപ്രകൃതിയുള്ളവരുടെ ജീനുകളിലും
പരസ്പരം സാമ്യമില്ലാത്ത എന്നാൽ ഒരേ പ്രകൃതിയുള്ളവരിൽ കൃത്യമായ സമാനതകളുള്ള SNPകൾ, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസംസ് അഥവാ ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. ഇതിൽ EGLN1 എന്ന ഒരു ജീനുണ്ട്. കോശങ്ങളിലെ ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കുന്ന ജീനാണത്. പിത്തപ്രകൃതിക്കാരിൽ ഈ ജീനിന്റെ പ്രത്യേക രൂപം കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഉയർന്ന മലനിരകളിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥയെ, അതായത് ഹൈപ്പോക്സിയ, അതിനെ പ്രതിരോധിക്കാൻ മികച്ച ശേഷിയുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ശ്വാസം മുട്ടുന്നതും ചിലർക്ക് ഒരു പ്രശ്നവുമില്ലാത്തതും. ഹിമാലയൻ പ്രദേശങ്ങളിലെ ഷെർപ്പമാരിൽ പിത്തപ്രകൃതി കൂടുതലാണ്. അവരിൽ ഈ ജീൻ ആക്ടിവിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന മേഖലകളിൽ അഡീഷണൽ ഓക്സിജൻ സപ്പോർട്ട് ഒന്നുമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയും. അതുപോലെ PGM1 കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസവും ഗ്ലൂക്കോസ് ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയയും നിയന്ത്രിക്കുന്ന ജീനാണ്. പിത്തപ്രകൃതിക്കാരിൽ ഈ ജീൻ വളരെ സജീവമാണ്. ആയുർവേദം പറയുന്ന ഉയർന്ന ദഹനശേഷി മെറ്റബോളിസത്തിനും ശരീര താപനിലയ്ക്കും പിന്നിലെ രഹസ്യം ഇതാണ്. മറ്റൊന്ന് VWF3, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വോൺ വില്ലേബ്രാൻഡ് ഫാക്ടർ എന്ന പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. കഫപ്രകൃതിക്കാരിൽ ഈ ജീനിൻ്റെ പ്രവർത്തനം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അമിതവണ്ണവും ഹൃദയാഘാതവും രക്തം കട്ടപിടിക്കുന്ന അസുഖങ്ങളും ത്രോംബോസിസ് വരാനുള്ള ജനിതക സാധ്യത കൂടുതൽ എന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്രം വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. പേഴ്സണലൈസ്ഡ് മെഡിസിൻ, അതായത് ലോകത്തുള്ള എല്ലാവർക്കും ഒരേ മരുന്ന് നൽകുന്നതിന് പകരം ഓരോരുത്തരുടെയും DNA ഘടന നോക്കി മരുന്ന് നൽകുന്ന രീതി. എന്നാൽ ചിന്തിച്ചു നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യരെ വാതം, പിത്തം, കഫം എന്നിങ്ങനെ ജനിതക ശാരീരിക വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് വ്യക്തിഗത ചികിത്സ നൽകിയ ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ സിസ്റ്റമാണ് ആയുർവേദം. പുരാതന കാലത്തെ ശാസ്ത്രജ്ഞർ ശരീരത്തിലെ സങ്കീർണമായ ജൈവ പ്രവർത്തനങ്ങളെ ലളിതമായി വിശദീകരിക്കാൻ ഉപയോഗിച്ച ഫങ്ഷണൽ മാതൃകയാണിത്. അതായത് സുഹൃത്തുക്കളെ, അമേരിക്കൻ ജേണലായ PNAS അഥവാ പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് എന്ന പിയർ റിവ്യൂഡ് സയൻസ് ജേണലിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ പ്രസിദ്ധീകരിച്ച ഈ പഠനം ലോകമെമ്പാടുമുള്ള മെഡിക്കൽ സയൻസിനെ ഞെട്ടിച്ച ഒന്നായിരുന്നു. കാരണം ആധുനിക മെഡിസിൻ ഇന്ന് ലോകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പേഴ്സണലൈസ്ഡ് മെഡിസിൻ അഥവാ ഓരോരുത്തരുടെയും DNA നോക്കി ചികിത്സിക്കുന്ന രീതി ആയുർവേദം ത്രിദോഷങ്ങളിലൂടെ പണ്ടേ പ്രായോഗികമാക്കിയിരുന്നു. അതായത് നിങ്ങളുടെ ജീൻ ഘടന അനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ ഈ ആയുർജനോമിക്സ് പഠനങ്ങളിലൂടെ സാധിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെക്നോളജിക്കൽ സപ്പോർട്ടും ഇല്ലാതിരുന്ന കാലത്ത് ഇത്ര ആഴത്തിലുള്ള പഠനങ്ങൾ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം വെറും പ്രാകൃത സങ്കല്പങ്ങൾ മാത്രമാണ് എന്നാണ് ഒരു വാദം. ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് കെട്ടിപ്പൊക്കിയ ഈജിപ്തിലെ പിരമിഡുകളും ചൈനയിലെ വൻമതിലും തഞ്ചാവൂരെ ബൃഹദേശ്വര ക്ഷേത്രവും എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രവും പോലുള്ള മഹാനിർമ്മിതികൾ ഇന്നും തല ഉയർത്തി നിൽക്കുന്നുണ്ട്. മനുഷ്യബുദ്ധിക്കും ചിന്താശേഷിക്കും ഒരു ടെക്നോളജിയും ആവശ്യമില്ല. അതിന് കാലവുമായി ഒരു ബന്ധവുമില്ല. 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ്റെയും ഇപ്പോഴുള്ള മനുഷ്യൻ്റെയും ചിന്താശേഷിയും ബുദ്ധിക്കുമൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രതിഭയും ബുദ്ധിയും കാഴ്ചപ്പാടും കഠിനാധ്വാനവും സമർപ്പണവും ഉണ്ടെങ്കിൽ മനുഷ്യന് മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഏത് കാലത്തും. അന്ന് അവർക്ക് DNA ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീനുകൾ ഇല്ലായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അവർക്ക് അതിശക്തമായ എംപിരിക്കൽ ഒബ്സർവേഷൻ അഥവാ സൂക്ഷ്മമായ നിരീക്ഷണ ബുദ്ധി ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകളോളം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശരീരഘടന, രോഗങ്ങൾ, കാലാവസ്ഥ മാറുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്നിവ അവർ നിരന്തരം നിരീക്ഷിച്ചു. ആധുനിക സയൻസ് ഇന്ന് ജീനുകളിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ അന്ന് അവർ മനുഷ്യരുടെ പുറമേയുള്ള പ്രകൃതിയിലൂടെ, ഫിനോടൈപ്പിലൂടെ തിരിച്ചറിഞ്ഞു. ടെക്നോളജി ഇല്ലെങ്കിലും ആഴത്തിലുള്ള നിരീക്ഷണത്തിലൂടെ ഒരു വലിയ ശാസ്ത്രസത്യം കണ്ടെത്താൻ കഴിയുമെന്ന് പുരാതന മനുഷ്യർ തെളിയിച്ചതാണ് പ്രദോഷ സിദ്ധാന്തം. ആയുർവേദ സീരീസിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകും. ഇതിലെ പോരായ്മകളോ സംശയങ്ങളോ എന്ന് വെച്ചാൽ ജനുവിനായ സംശയങ്ങൾ, ദുരുദ്ദേശത്തോടെയുള്ള പരിഹാസങ്ങളല്ല. തീർച്ചയായും ശ്രദ്ധിക്കും. വേണ്ടി വന്നാൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളോടെ
വീണ്ടും ചെയ്യാം. ആയുർവേദത്തിലെ മറ്റൊരു വിഷയവുമായി അടുത്ത ഞായറാഴ്ച കാണാം. നന്ദി, നമസ്കാരം.